റിയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിരിക്കുന്നത് എന്റെ മുഖത്ത് കണ്ടോ ഒരു വ്യത്യാസമൊക്കെ നന്നായിട്ട് വന്നിട്ടില്ലേ? കല്യാണ നിശ്ചയൊക്കെ വരുമല്ലേ, അപ്പം നമുക്ക് അടിച്ച് തകർക്കണ്ടേ? അപ്പം മുഖത്ത് നല്ല ഒരു നമ്മുടെ നാച്ചുറൽ രീതിയിലാണ് ഞങ്ങൾ കല്യാണ നിശ്ചയത്തിന് പോകുന്നത് കേട്ടോ. അപ്പം ആ ഒരു നാച്ചുറൽ രീതിയിലുള്ള നാച്ചുറൽ ടിപ്സാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്തൊന്നും ചെയ്യുന്നില്ല. നമ്മൾ പോകുക, നമ്മൾ ഇച്ചിരി ഒരു പൗഡർ ഇടുക, ക്രീം ഇടുക, പൗഡർ ഇടുക, പൊട്ട് വെക്കുക, ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ടിപ്സ് ചെയ്താൽ അത് മാത്രം ചെയ്താൽ മതി കേട്ടല്ലോ. അപ്പം അതിനുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. ആ ഒരു തയ്യാറെടുപ്പും എല്ലാം വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ എന്റെ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി പണികളൊക്കെ ഉണ്ട് ഓരോന്ന്. പിന്നെ ഇനി നമ്മുടെ നിശ്ചയത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. നമ്മുടെ അയച്ചേച്ചി രണ്ടാമത്തെ മുന്നേ അപ്പം അതിനുള്ള തയ്യാറെടുപ്പാണ് ഇന്ന് തൊട്ട്. നമ്മൾ സാമ്പാറിനെയാണ് കഷ്ണം വേഗം വെച്ചേക്കും കേട്ടോ. എല്ലാം വെന്തു. ഇനി നമുക്ക് രാവിലെ എന്താണെന്നറിയാവോ? പുട്ടും പയറും കേട്ടോ. പുട്ടും പയറുമാണ് ഇന്നത്തെ. പുട്ടും പയറും പപ്പടവും. ചേട്ടൻ കുളിക്കുന്നു, പിള്ളേർ എഴുന്നേറ്റില്ല. രാവിലെ 8 മണി ആയതേ ഉള്ളൂ കേട്ടോ. എൻ്റെ കുളികളൊക്കെ കഴിഞ്ഞു. അപ്പൊ സാമ്പാർ ഉച്ചക്കലത്തേക്കുള്ളതാണ്. നോക്കട്ടെ, എല്ലാ സംഭവം കേട്ടോ. ശകല പുളി പിഴിഞ്ഞഴിച്ചില്ലല്ലോ, അപ്പൊ ഒരു പുളിയുടെ കുറവ്. തക്കാളി ഉള്ളതുകൊണ്ട്, തക്കാളി നല്ല പച്ചത്തക്കാളി ഉണ്ടായിരുന്നേ, അപ്പൊ അതുള്ളതുകൊണ്ട് പുളിയുടെ ആവശ്യം ഇല്ലായിരുന്നു, ഇച്ചിരി മതി. അപ്പൊ ഇവനൊന്ന് തിളച്ചിട്ട് കടുക് വറുത്താൽ നമ്മുടെ സാമ്പാറിന്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ കുറെ ഒതുക്കാനുണ്ട്, തേക്കാനുണ്ട്, ഒത്തിരി ഉണ്ട് കേട്ടോ. അതാ ചീരയില അരിഞ്ഞ് കഴുകി തോരനുള്ള വെച്ചിട്ടുണ്ട്. ചീരയില തോരന്, സാമ്പാറിന് ഇന്നലത്തെ മീൻകറിയുണ്ട്, പിള്ളേർക്ക് മീൻ വറക്കാനുണ്ട്. പുട്ടൊക്കെ ആയി, പയറൊക്കെ ആയി. ചേട്ടൻ വരുമ്പോ പപ്പടം കാച്ചിയാൽ മതി. ചേട്ടൻ കുളിക്കുന്നു. അപ്പം അടുത്ത തയ്യാറെടുപ്പാണ് നമ്മുടെ നിശ്ചയത്തിന്റെ. അതിനുള്ള സജ്ജീകരണങ്ങളും അതിനുള്ള ഡ്രസ്സുകളും എല്ലാം ഞാൻ ആക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ എല്ലാം വെക്കുന്നത്. പുതിയ സാരി ഒന്നുമല്ല, പഴയ സാരി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും പുതിയതാണെന്നും പറഞ്ഞ് നോക്കിയിരിക്കണ്ട കേട്ടോ. എല്ലാത്തിനും കൂടെ പൈസ കളയേണ്ട കാര്യമില്ല. ഇഷ്ടമാതിരി പൈസ നമ്മളിപ്പോ കളഞ്ഞു. അതുകൊണ്ട് കുറച്ചൊക്കെ ഒതുങ്ങുക, അത്രേ പറയാനുള്ളൂ. അപ്പൊ ബാക്കി കാര്യങ്ങളിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ മീനും കൂടെ നമ്മൾ അടുപ്പത്തിട്ടു കേട്ടോ. സാമ്പാർ വെച്ചു. മീൻ്റെ തല നമ്മുടെ ചന്തുവിന് വലിയ ഇഷ്ടം കേട്ടോ. അതാണ് ഞാൻ ഇതിനെ വറക്കാനെടുത്ത്. അതും അടിപൊളി മീനാണ്. നമ്മുടെ വിള സൂപ്പർ മീനാണ് കേട്ടോ. നല്ല പച്ച. ഞങ്ങളിപ്പം മീൻ മേടിക്കുന്ന സ്ഥലം മാറി കേട്ടോ. ചാകരയെന്ന് തന്നെ. ചാകരയിലാണെങ്കിൽ പച്ച മീൻ അവർ തരുന്നത്. ചുങ്കംകാർ ഭയങ്കര അടവ് പിടിച്ച ആൾക്കാരായി. അവർ ചീത്ത മീനൊക്കെ. ഞാൻ നേരെ തന്നെ അവരോട് പറഞ്ഞു, നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടാണ് ഓരോ സാധനവും മേടിക്കുന്നത് അല്ലേ. അവരോട് പറഞ്ഞു, നിങ്ങളുടെ മീന് ഒന്നിനും കൊള്ളത്തില്ല, ഞങ്ങൾ സ്ഥലം മാറുകയെന്ന് പറഞ്ഞു. എന്താ അങ്ങനെയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇതുവരെ. അപ്പം ഞങ്ങൾ ചാകര ചെന്നപ്പോൾ ഉണ്ടല്ലോ, ഇന്ന് വരെയും കിട്ടാത്ത ആലപ്പുഴ മത്തി, ഈ ചുങ്കത്തിൽ നിന്ന് വരെ കിട്ടിയിട്ടില്ല ആ മത്തി. നാടൻ മത്തി, നമ്മുടെ പണ്ടത്തെ ഇല്ലേ പരന്ന മത്തി. ചുങ്കങ്കാരെപ്പോഴും മറ്റേ സൈസ് മത്തിയാണ് വരുന്നത്. എന്താ കച്ചവടം അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കാരണം നല്ല മീൻ കിട്ടണമെങ്കിൽ നല്ല പൈസ. എന്നിട്ട് പൈസ മേടിക്കുന്ന എന്താണെന്നറിയാവോ? ആ പൈസ നല്ല പൈസയും മേടിക്കും, നല്ല മീനും തരത്തില്ല. അതുകൊണ്ട് പരിച്ഛേദം എന്ന് പറയാം. മൊത്തം കംപ്ലീറ്റ് മീനിൻ്റെ ആദ്യം നല്ല മീനായിരുന്നേ, ഇപ്പം കൊള്ളത്തില്ല ഇത്. അപ്പം മോനൊക്കെ കൂട്ടിയിട്ട് പറയും, അമ്മ എന്താ ടേസ്റ്റ് മീനിനിപ്പോൾ? ഞാൻ പറഞ്ഞിടാ, സ്ഥലം മാറിയോണ്ട് ടേസ്റ്റ് വന്നു. മത്തിക്ക് 340 ഒരു കുഴപ്പമില്ല. നമുക്ക് എത്ര രൂപയാണേലും നല്ല മീൻ കിട്ടിയാൽ മതി അല്ലേ. നമുക്കേ കുറച്ച് തയ്യാറെടുപ്പുകൾ വേണമല്ലോ. അതിന് കല്യാണ നിശ്ചയത്തിന് ഇനി ഇവനെ നമുക്ക് അങ്ങോട്ട് അരച്ചങ്ങ് വെക്കാം. അരച്ച് വെച്ചാൽ ഇന്ന് രാത്രിയിലേക്ക് ദോശയ്ക്കുള്ളതുമായി സാമ്പാർ ഉച്ചയ്ക്ക് വെച്ചതുകൊണ്ട് നാളെ രാവിലെ നമുക്ക് ഇഡ്ഡലി സാമ്പാറും കൂട്ടി ഒറ്റ വിടിയിൽ എവിടേക്കാണെന്നറിയാമല്ലോ. അപ്പം നമുക്ക് അതുവരെയുള്ള ഇത് അരക്കട്ടെ. ഇന്ന് രാത്രിയിലാണേ ഒരാൾ സിനിമയ്ക്കും ബുക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മൂത്ത സന്താനം. ചെന്നില്ല പിണക്കമാവും. അതുകൊണ്ട് പോകാം.
പണിയും കഴിഞ്ഞ് വേണം നമ്മുടെ ഇവനെ വെട്ടാൻ. പഴുത്തിരിക്കുക. നമ്മുടെ ശ്രീദേവി കൗമ്പിളി കൊണ്ടു തന്നതാട്ടോ. അവളും മോനും കൂടെ വന്ന് ഇന്നലെ സന്ധ്യയായപ്പോൾ കൊണ്ടു തന്ന ചക്കയാണ് നമ്മുടെ മിനിക്കുട്ടി. അപ്പം ഇതും വെട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ചക്ക മുറിക്കാം. നോക്കിക്കേ, നല്ല മഞ്ഞ കളറിലെ ചക്ക, നല്ല മധുരമുള്ള ചക്ക കേട്ടോ. അങ്ങനെ നമ്മളിതാ നമ്മുടെ ചക്കയൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് വയ്യെല്ലാം കൂടെ എടുക്കാൻ. ഇത്രയും എടുത്തു. കല്യാണ നിശ്ചയത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി കേട്ടോ. അതിന് പോകാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണേ. അപ്പം നമ്മുടെ നിശ്ചയത്തിനുള്ള ഡ്രസ്സുകളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാരി ഞാൻ അവളുടെ അടുത്താക്കി ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ. കാരണം അവൾ എനിക്ക് അടുക്കി വെച്ചേക്കാന്ന് പറഞ്ഞു നിശ്ചയത്തിന് ഉടുക്കാനുള്ള. ബ്ലൗസും പാവാടയൊക്കെ ആയിട്ട് ചെന്നാൽ മതി. അപ്പോൾ അതൊക്കെ ഓക്കെ ആക്കി അവൾ തന്നെ വെച്ചോളും. പിന്നെ നമ്മുടെ അമ്മ പിന്നെ അവിടെ നിന്നല്ലോ. അതെല്ലാവരോടും ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ. അമ്മ നിന്നു. അമ്മയെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നാൽ മതിയല്ലോ ഇപ്പോൾ പോകുമ്പോൾ. അതാണ് പെട്ടെന്ന് കൊണ്ടുവരാഞ്ഞത്. പിന്നെ അവളുടെ അടുത്ത് നിൽക്കാൻ അവർക്കും ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ. പുതിയ പെങ്കൊച്ചുമൊക്കെ വന്നതല്ലേ. പുതിയ പെങ്കൊച്ച് നമ്മുടെ കൂടെ ചേരുന്ന ഒരു പെങ്കൊച്ച് തന്നെയാണ്. ഞങ്ങളെല്ലാവരുടെ ഡാൻസും പാട്ടും അടിച്ചു പൊളിച്ചു. ഒന്നും ഇല്ലെങ്കിലും വർത്താനം പറയുന്ന കുട്ടി തന്നെയാണ്. എന്നെപ്പോലൊക്കെ നല്ല സംസാരമുള്ളതാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹവും. കൂട്ടത്തിൽ കൂടുന്ന ഒരു കുഞ്ഞാണ്. പിന്നെ അടുത്തയാളുടെ നിശ്ചയം 3-ാം തീയതി. അപ്പോൾ ഞങ്ങൾ തയ്യാറായി. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, ഷെയറും ചെയ്യണം കേട്ടോ. അപ്പം നാളത്തേക്ക് ഇന്ന് ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് നല്ലൊരു ബ്യൂട്ടി ടിപ്സ് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കല്യാണ നിശ്ചയത്തിന് പോകുന്നതല്ലേ. അപ്പം അതിനൊന്നും പാർലറിലെ പുള്ളിക്കാരിയോ ഒന്നും കൊണ്ടൊന്നും അല്ല കേട്ടോ. റിസപ്ഷൻ ഒന്ന് ഭയങ്കരമായിട്ട് ഒരുങ്ങി ഇതൊക്കെ ആവണമെന്നുണ്ടായിരുന്നു. അതാണ് അത്രയൊക്കെ ഒരുങ്ങിയത്. അപ്പം നിശ്ചയത്തിന് ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെയാണ് ഒരുങ്ങുന്നത്. സാധാരണ ഒരുക്കം തന്നെയാണ്. ആരും ഞെട്ടണ്ട, പേടിക്കണ്ട. അപ്പം ഞാൻ ഇവിടുന്ന് ഒരു പായ്ക്ക് ഇന്ന് ഇട്ടതിൻ്റെ ഇതാണ് കാണുന്നത് കണ്ടോ. ഇന്നൊരു പായ്ക്ക് ഇട്ടില്ലേ. അപ്പോൾ ആ പായ്ക്ക് ഇട്ട് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറായിരിക്കുന്ന ഏത് പായ്ക്കാണ് ഇട്ടിരിക്കുന്നതെന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എളുപ്പമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഒരു പായ്ക്ക് തന്നെയാണ്. ഇതിന് മുമ്പ് ഒരിടത്ത് എവിടെയോ പോയപ്പോൾ ഇതുപോലെ തന്നെ പോയപ്പോൾ ഇട്ട പായ്ക്ക് തന്നെയാണ്. നമ്മുടെ ഓട്സും നമ്മുടെ തൈരും കൂടാണ്, അല്ലെങ്കിൽ പാല്. നിങ്ങൾക്ക് ഏത് വേണേലും ചേർക്കാം. ഓട്സ് പൊടിച്ചിട്ട് അതിനകത്തോട്ട് പാല് ചേർത്ത് ചെയ്യാം. ഞാൻ തൈരാണ് ഇന്ന് പ്രാവശ്യം ചെയ്തേക്കുന്നത്. തൈരും കൂടെ മിക്സഡ് ആക്കിയിട്ട് ഒരു തക്കാളിയുടെ നീരും കൂടെ ആഡ് ചെയ്യുക. അതിനകത്തോട്ട് ഒന്നിച്ച് ചേർത്ത് നന്നായിട്ട് ഓട്സിനെടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇന്നാള് തന്നെ. അപ്പം ഞാൻ കുറച്ചേറെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആ പൊടിച്ച ഒരു 2-3 സ്പൂൺ എടുക്കുക. 2 സ്പൂൺ തൈര് ചേർക്കുക. തക്കാളിയുടെ നീരും കൂടെ, തൈര് ചേർക്കുന്നതിന് മുമ്പ് തക്കാളിയുടെ ഒരു പകുതി മുറി നീരിനകത്തോട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് ആവശ്യത്തിന് തൈര് ചേർക്കുക, നല്ല ലൂസാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മുഖം എല്ലാം കഴുകിയതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക. 20 മിനിറ്റ് ഇരിക്കുക, കഴുകിക്കളയുക, മുഖം നോക്കുക. മുഖം നല്ല വ്യത്യാസം വന്ന് സൂപ്പറായിരിക്കും. നിങ്ങൾ ഇനി നാളെയോ നാളെ കഴിഞ്ഞ് എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്യൂട്ടി ടിപ്സ് എന്തൊക്കെയാ മുഖത്തിടുന്ന വെച്ചാൽ അതെല്ലാം ഇട്ടതിന് ശേഷം പൗഡർ ഇട്ട് നിങ്ങൾ പോവാ. ഞാൻ ഇതൊന്നും ഇടത്തില്ല. ഞാൻ ഒരു ക്രീം തേക്കുക, മുഖത്ത് പൗഡർ ഇടുക, പോകുക. ഇതാണ് എൻ്റെ കല്യാണ നിശ്ചയത്തിന്റെ ഒരുക്കം കേട്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മുടെ അത് പറഞ്ഞതല്ലേ, ഇത് റിസപ്ഷൻ കഴിഞ്ഞ് രാത്രി ഇവിടെ 1 മണി 1:15 വന്നപ്പോൾ വന്ന വഴി കിടങ്ങറയിലെ ചേട്ടൻ മോനെ അവളെ അവിടെ പാക്ക് ചെയ്ത് ഇറക്കി വിട്ടു. ആ ഒരു ലോഡ് 3 എണ്ണത്തിന് ഇറക്കി അവിടെ വിട്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഇതൊക്കെയാണ് വിശേഷം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം കേട്ടോ. ടാറ്റാ.